നമ്മുടെ അടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഴയുള്ള സമയത്ത് ഗാർഡനിൽ നിറയെ പൂക്കൾ കാണാനാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് നടുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഗ്രൗണ്ട് ഓർക്കിഡിൽ മഴ സമയത്താണ് നിറയെ പൂക്കൾ വരുന്നത്, അതും പല കളർ കോമ്പിനേഷൻസിൽ. അപ്പോൾ നിങ്ങൾക്കും ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയിട്ട് കുറച്ച് കെയറിംഗ് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, അതിനകത്ത് പൂക്കളൊക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഗാർഡനിൽ നിറയെ പൂക്കളൊക്കെ വരും. അത് മാത്രമല്ല, ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോട്ടി മിക്സും ഞാനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഇതേപോലത്തെ യൂസ്ഫുൾ ടിപ്സിനായിട്ട്. നമുക്ക് ഇതിന്റെ സീസൺ തുടങ്ങുമ്പോൾ നിറയെ പൂക്കൾ വരാനായിട്ട് ഞാൻ എന്ത് പോട്ടി മിക്സാണ് യൂസ് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ പറമ്പിലുള്ള മണ്ണ് തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സോയിലും കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ അടുത്തത് മിക്സ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് സോയിൽ ഇല്ലേ, അതും കൂടി മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് കിട്ടുന്നതാണ്. ഗാർഡൻ സോയിലും റെഡ് സോയിലും ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ നോക്കുക. ഇതിനകത്ത് കൂടുതൽ നിൽക്കേണ്ടത് ഗാർഡൻ സോയിലും റെഡ് സോയിലും ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചകിരിച്ചോറ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഗാർഡൻ സോയിൽ എത്രയാണോ എടുത്തത് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ചകിരിച്ചോറ് എടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർലൈറ്റ് ആണ്. പെർലൈറ്റ് നിങ്ങൾ എടുക്കുന്ന സോയിലിൻ്റെ അളവ് അനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിയാണ്. 1 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എല്ലുപൊടി ആഡ് ചെയ്യരുത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് വേപ്പിൻ പിണ്ണാക്കാണ്. ഇതും ഒരു കൈപ്പിടി അളവിൽ, വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും. ഇതും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കപ്പലണ്ടി പിണ്ണാക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന പോട്ടിന്റെയും സോയിലിന്റെയും അളവനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഒരുപാടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആയി പോകും. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കമ്പോസ്റ്റ് ആണ്. ഇതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോക്കോ ചിപ്സ് ഇല്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. നിങ്ങൾക്ക് എടുക്കുന്ന സോയിലിന്റെയും പോട്ടിന്റെയും സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ചേർക്കേണ്ട ഒരു വേറൊരു ഐറ്റമാണ് കൽക്കരി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന കട്ടകളൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത വേണ്ട മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിവളം ഇല്ലേ, കോഴിവളം ചേർത്ത് കൊടുക്കുക. ഇതും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യരുത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ ഈ ഒരു പോട്ടി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൽ തന്നെ പ്ലാന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീസൺ ടൈം ആകുമ്പോൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഒക്കെ വന്നോളൂ. ഈ ഒരു പോട്ടി മിക്സിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് മിക്സപ്പ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഈ ഒരു പോട്ടി മിക്സ് ചെയ്തതിന് ശേഷം നേരെ പ്ലാന്റ് നടുക. എന്നിട്ട് ഈ പ്ലാന്റിന്റെ ചുറ്റും നമ്മുടെ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് ചുറ്റിനും വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നനച്ചിട്ട് നിങ്ങൾ പ്ലാന്റ് പിടിക്കുന്നത് വരെ നല്ലൊരു ഷെയ്ഡിലേക്ക് വെക്കുക. അതിനുശേഷം പ്ലാന്റ് നല്ലപോലെ പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വെയിലത്തേക്ക് വെച്ചാൽ മതി. ഇത് വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും. അത് മാത്രമല്ല, ഇതിനകത്ത് നിറയെ പൂക്കളൊക്കെ എപ്പോഴും വരും. ആ ഒരു പോട്ടി മിക്സ് ആണിത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോട്ടിന്റെ ഡ്രൈനേജ് ഹോൾ എപ്പോഴും ചെക്ക് ചെയ്യണം. പല പോട്ടുകളും നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഡ്രൈനേജ് ഹോളൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈനേജ് ഹോൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് ആ ഡ്രൈനേജ് ഹോളിന്റെ മുകളിൽ എന്തെങ്കിലും കട്ടയോ കല്ലൊക്കെ വെച്ച് അടച്ചതിന് ശേഷം വേണം നിങ്ങൾ പോട്ടി മിക്സ് ചെയ്യാനായിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.